ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മോളുടെ മുടി മുട്ടയടിക്കുന്ന ചടങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മൾ മുടി എടുക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ കുമാരകോവിലാണ്. നമ്മൾ ഏകദേശം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, ഇത്രയും പേരാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മളിന്ന് മുട്ടയടിക്കാൻ പോവുകയാണ്. നമ്മൾ മുട്ടയടിക്കാൻ പോവുകയാണ്. മുട്ടയടിച്ച് കുമാരകോവിലാണ് പോണ. അപ്പോൾ ഇന്ന് പുതിയ സ്റ്റൈലിൽ ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ. അനിയക്കുട്ടൻ അല്ലേ, ബാക്കിൽ നിന്ന് അച്ഛനും അനിയത്തിയൊക്കെ പറഞ്ഞുണ്ട്. ഫ്രണ്ടിൽ അമ്മയൊക്കെ പോകുന്നുണ്ട്. നമ്മളെ കാറ് കിടപ്പുണ്ട്. കാറ് ഓട്ടിക്കുന്ന ചേട്ടനും അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി യാത്ര തുടരുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നീ കൂടെ ടാറ്റോട്, അങ്ങോട്ടായിപ്പോയി. ശരി, അപ്പോൾ നമുക്ക് കയറി കയറാം. നിയോക്കുട്ടി തലേ ദിവസം തൊട്ടേ മുടി മുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. ആൾ സമ്മതിക്കുമോ, ബഹളം കാണിക്കുമോ, വാശി ഉണ്ടാക്കുമോ എന്നൊക്കെ ഭയങ്കര പേടിച്ച് ടെൻഷൻ അടിച്ചാണ് നമ്മളെല്ലാവരും പോയത്. മുടി മുറിക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് മാറി കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും എന്തു പറയാം, നല്ല പ്രകൃതി രമണീയമായ കുറേ സീനറീസൊക്കെ കാണാൻ പറ്റി. രാവിലെ ആയത് കാരണം നല്ല മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 8 മണിയായപ്പോഴത്തേക്കും കുമാരകോവിലെത്തിയായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം മുടി മുറിച്ച് മോളെ കുളിപ്പിച്ച് തലയിൽ ചന്ദനം തേച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിക്കാൻ. അങ്ങനെ നമ്മൾ മുടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ കെട്ടി വെച്ചിരുന്ന ബണ്ണും ക്ലിപ്പും എല്ലാം എടുത്ത് മാറ്റി ഹസ്ബൻഡാണ് മോളിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ മുടി എടുക്കുന്ന ആ ചേട്ടൻ്റെ അടുത്ത് നമ്മളെത്തി. എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു, മോള് ബഹളം വെക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, അവൾ ഒരു ബഹളം ഉണ്ടാക്കിയില്ല, ഒന്നും അനങ്ങ പോലും ചെയ്തില്ല. പാവം മിണ്ടാതിരുന്നു. മുടി എടുക്കുന്നവരെ അവൾ മിണ്ടാതിരുന്നായിരുന്നു. മുടി ഇങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു, ഹസ്ബൻഡിന് സങ്കടം വന്നായിരുന്നു. പിന്നെ നമ്മൾ ഈ ജനിക്കുമ്പോൾ ഉള്ള മുടി എടുത്ത് കളയണമല്ലോ ആദ്യമേ. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞ് പിന്നീട് തിരിച്ചിരുത്തിയപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് അമ്മാന്ന് വിളിച്ചു. പിന്നെ വേറെ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. നല്ല കുട്ടിയായിട്ട് അവൾ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ മുടിയൊന്നും അവിടെ ഇട്ടിട്ട് വന്നില്ല, എല്ലാം ഒരു കവറിലെടുത്ത് സൂക്ഷിച്ച് വെച്ചു.
മുടിയെല്ലാം വെട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ അവിടെ തന്നെ ചൂടുവെള്ളം അവൈലബിൾ ആണ്, അതെടുത്ത് കുളിപ്പിച്ചതിന് ശേഷം മുണ്ടൊക്കെ ഒടിപ്പിച്ച് എൻ്റെ അച്ഛനാണ് ചന്ദനം തേച്ച് കൊടുക്കണം തലയിൽ. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഹസ്ബൻഡിൻ്റെ അമ്മയും അനിയനും കൂടെ അവിടെ നിന്ന് തന്നെ വന്നായിരുന്നു. അവർ നേരിട്ട് അങ്ങ് വന്നായിരുന്നു. അങ്ങനെ തലയിൽ ചന്ദനമൊക്കെ തേച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കോവിലിൽ കയറി തൊഴാൻ പോയി. കോവിലിൻ്റെ അകത്തോട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ തൊഴുതൊക്കെ ഇറങ്ങി പുറത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. നീക്കുട്ടൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പോൾ അവൾക്കിത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. എൻ്റെ അച്ഛൻ പിന്നെ അവിടെ നിന്ന് ഈ കുരങ്ങന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സും സാധനങ്ങളും എല്ലാം വാങ്ങിയായിരുന്നു. അവർക്ക് കൊടുത്തു. ഒരാൾക്ക് കൊടുത്ത് പിന്നെ ഇത് കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരുപാടെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ചില അമ്മക്കുരങ്ങൻ്റെയൊക്കെ കൂടെ അതിൻ്റെ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, വയറിലിങ്ങനെ അള്ളിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എനിക്കതൊക്കെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു. താഴേക്കൊക്കെ ഇറങ്ങാൻ നോക്കി, പക്ഷേ നമ്മളങ്ങനെ വിട്ടില്ല. കാരണം പെട്ടെന്ന് ഇതൊക്കെ ഓടി വന്നാലേ, അത് കാരണം നമ്മൾ താഴെ വിട്ടില്ല. പിന്നെ കുറേ നേരം അവിടെ നിന്ന് അവരുടെ ഓരോ കളിയും അതെല്ലാം കണ്ട് നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ കരുതി എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ കന്യാകുമാരി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കന്യാകുമാരിയിൽ പോയി. ഉച്ച സമയമായത് കാരണം പിന്നെ നല്ല വെയിലായിരുന്നു. എനിക്ക് പിന്നെ പറ്റണില്ലായിരുന്നു, നമുക്കും അതുപോലെ തന്നെ നല്ല വെയിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്നു. നമ്മൾ വിവേകാനന്ദ പാറ അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു, കാരണം ഭയങ്കര ക്യൂ ആയിരുന്നു. മോളെയും വെച്ചിട്ട് നിൽക്കണ്ടെന്ന് കരുതി പിന്നീട് അങ്ങോട്ട് പോകണ്ടെന്ന് കരുതി. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം നിന്നു. എന്നിട്ട് പിന്നെ കുറച്ച് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. നമ്മളപ്പോൾ തന്നെ തിരിച്ചു. ഏകദേശം അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തി. നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ നീയക്കുട്ടൻ്റെ മുടി മുറിച്ചു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.